എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മയസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹാങ്ഡ്മാൻ എനർജി, കിങ് ഓഫ് പെൻഡക്കിൾസ്, അതേപോലെ വേൾഡ് കാർഡ്, 5 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് സോഡ്സ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഹാങ്ഡ്മാൻ എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം തുടങ്ങുന്നത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും. ഇപ്പോൾ മാസം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷമൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല, മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാം. കുറച്ച് സ്ലോ ആയതുകൊണ്ട് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു, സ്റ്റക്കായിരിക്കുന്നു, ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയാകാം. ആ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മുന്നോട്ടേക്ക് വരുന്ന കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റങ്ങളും മറ്റും ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള സമയമാണ്, പ്ലാൻ ചെയ്യുക, പ്ലാനിങ് സ്ട്രാറ്റജിക്കൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, ഗോൾസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് പയ്യെ തിന്നാൽ പനയം തിന്നാമെന്ന് പറയുന്ന ആ ഒരു വാക്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വരുന്ന മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പ്രസ്റ്റീജ് വർദ്ധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവ്യമാക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ആ മാസത്തിൻ്റെ തുടക്കം സ്ലോ ആയിരിക്കാൻ കാര്യം നിങ്ങൾക്കായിട്ടൊരു ടൈം തരുകയാണ് ആ ഒരു പ്രപഞ്ചശക്തി. നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു, ഒരു കരിയറിലൊരു മാറ്റം, ചേഞ്ച്, ജോലിയിൽ ഔദ്യോഗിക ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റം, എവിടെ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ജോലി നിർത്തി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം അങ്ങനെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയും മറ്റും ചെയ്യാൻ പറ്റിയ സമയമാണ്. അതല്ല ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ താല്പര്യമില്ല, പുതിയ വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലി, വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നിട്ട് കാര്യമില്ല, അവിടെ നിങ്ങൾക്കൊരു ഉയർച്ചയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു മാറ്റം. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങാനുള്ള സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കി തരുന്ന ഒരു മാസം തന്നെയാണ് തീർച്ചയായിട്ടും. മാസത്തിൻ്റെ തുടക്കം കുറച്ച് സ്ലോ ആണ് എങ്കിലും അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ജോലിയിലുണ്ട്. അപ്പോൾ ജോലിയിൽ വലിയ കാര്യമായിട്ട് പ്രയോജനം, അതായത് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ 5-6 വർഷമായിട്ട് ആ കമ്പനിയിലായിരിക്കും, പക്ഷെ വലിയൊരു പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഫ്യൂച്ചറിലും അതിനൊക്കെ ചാൻസ് വളരെ കുറവാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ജോലി നിങ്ങൾ മാറാനിരിക്കുകയായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ ഈ ജോലിയിൽ ലഭിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ജോലിയിൽ പ്രമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾ ഈ ജോലിയിൽ തന്നെ നിൽക്കാം, ഇനി സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. പ്രമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ തുടരാമെന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതിനേക്കാൾ നിങ്ങൾ ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളോ ജോലിയിൽ നിൽക്കുന്നത് മാക്സിമം ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് മാറുന്നു എന്നുള്ളത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആകാം. ഇപ്പോൾ ഒരു ശമ്പള വർധനവ് ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ കമ്പനിയിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് ആ ഒരു ഇത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചിന്തയിൽ നിൽക്കാതെ പുതിയൊരു ജോലി സാധ്യത നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ പുതിയ ജോലിയിലേക്ക് കയറുകയാണ് നല്ലത്. റിട്ടയർ ആയിട്ടിരിക്കുന്ന ആളുകൾ പുതിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിട്ടയർ ആയാലും നിങ്ങളുടെ വരുമാനം
പുതിയൊരു വരുമാനം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ. സർക്കാർ ജോലിയിലേക്ക് കയറിക്കൂടാനുള്ള സാഹചര്യം അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ പേര് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എനർജി സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ യാത്രകൾ ഒത്തിരി ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. യാത്ര എന്ന് പറയുമ്പോൾ വെറുതെ ഒരു യാത്ര ഒരിടത്ത് പോയിട്ട് വരുന്ന യാത്രയേക്കാൾ കൂടുതൽ ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു രീതി, അതായത് നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാനുള്ള സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഏത് രാജ്യത്താണോ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു മാസം തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നൊക്കെ ഉള്ള ചിന്ത ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടപ്പോൾ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഏതാണ്, നിങ്ങൾ എങ്ങനെയുള്ളൊരു രാജ്യമാണ്. പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയാൽ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത ആളുകളിലുണ്ടാവാം. അപ്പോൾ മറ്റൊരിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ പോകുന്ന സ്ഥലം എവിടെയായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നതാണോ, എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു ജനുവരി തുടക്കത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, അതിനൊരു സമയം എടുക്കുക. ഒറ്റയടിക്ക് ചാടിക്കയറി എങ്ങും തീരുമാനിക്കാതിരിക്കുക. ആലോചിച്ച് ഇരുന്ന് സംസാരിച്ച് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നവരോട് മാത്രം ചോദിക്കുക. വെറുതെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ഇങ്ങനെയുള്ള രാജ്യം, അങ്ങനെയുള്ള രാജ്യം. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കുക. പിന്നെ ഫാമിലി, അതായത് പാരൻസ്, നിങ്ങൾ പ്രായമായിട്ടുള്ള പാരൻസൊക്കെ ആദ്യമായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ മക്കളുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാവാം. അല്ലാതെയും നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. രാജ്യം കാണാൻ, വിനോദയാത്രകൾ, കാര്യങ്ങളൊക്കെ. 5 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് എന്തോ ആലോചിച്ചിരുന്ന് വിഷമിച്ച് സമയം കളയുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം തീർന്നു, എല്ലാം തകർന്നടിഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇതാണ്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം നൽകാത്തൊരു കാര്യം സംഭവിച്ചു. പക്ഷെ ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ വാട്ട് വെൻറ്റ് റോങ്, എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതെന്തുകൊണ്ടാണ് എനിക്ക് മാത്രം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം എങ്ങനെയാണ് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ പറ്റുക ഫ്യൂച്ചറിലേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നിങ്ങൾ എത്ര ചിന്തിച്ചാലും എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് വെറുതെ ഒരു ടൈം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളത് ചിന്തിക്കാൻ ശ്രമിക്കുക. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട്. പിന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം അധ്വാനത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യമാണ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയും, അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ, സാലറി, ഇപ്പോൾ ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ സേവ് ചെയ്യാനും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട്. പിന്നെ ചില വ്യക്തികൾ നിങ്ങളെ സമീപിച്ചേക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ, പണം ഇരട്ടിപ്പ്, അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ട് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു മാസം തന്നെയാണ്. പിന്നെ 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ചില വ്യക്തികളുടെ ജീവിതത്തിലും നാർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബന്ധം നിലനിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് മാറിപ്പോവുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവാം ആ വ്യക്തി വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ടാവാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് ഫിസിക്കലി, മെൻ്റലി, വെർബലി വളരെയധികം നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ടാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ വളരെ സ്നേഹം. നിങ്ങളതിൽ വീണ് പോകാതിരിക്കുക. എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല.
ലൈഫിൽ നിങ്ങൾ മാറ്റം വരുത്തണം. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകലുക. മാരേജ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ മുന്നോട്ടേക്ക് പോവുക, നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറിപ്പോവുക. ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഫ്രണ്ട്സിൽ നിന്ന് അകലുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.